അല്ല സ്ഥാപനം നേരത്തെ ഉള്ളതാണല്ലോ. പിന്നെ അന്ന് വന്നപ്പോൾ ഒരു അധികം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് ഒരു ഇത് വികസിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്ന് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു പുറത്തുനിന്നുള്ളൊരു സഹായവും കിട്ടി. അങ്ങനെ അങ്ങ് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. കാരണം 71 കാലഘട്ടത്തിൽ കെൽട്രോൺ പോലും കേരള ഗവൺമെന്റിന്റെ പോലും ഒരു ഏജൻസി ഇല്ല. ആ ഇടയ്ക്ക് ഇലക്ട്രോണിക്സ് ബിഗിൻ ചെയ്ത് വരുന്നേയുള്ളൂ. കണ്ട് ടി വി പോലും ഇല്ലാത്ത സമയത്താണ്. ടി വി ഇല്ലായിരുന്ന അവസരത്തിൽ നമ്മളാണ് ഇവിടെ ടി വി ട്രെയിനിങ് കൊടുത്തത് നമ്മൾ ആ സമയത്തല്ല. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് തന്നെ വളരെയധികം ഒരു ലാബും കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് മോഡേൺ രീതിയിൽ വെസ്റ്റേൺ രീതിയിൽ ക്ലാസ് റൂം ഫെസിലിറ്റികളൊക്കെ വളരെ ഭംഗിയായിട്ട്. അല്ല അതെന്ന് പറഞ്ഞാൽ ഞാൻ കാനഡയിൽ അവിടുത്തെ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഒരു 2 വർഷം പഠിപ്പിച്ചു അവിടെ ഇലക്ട്രോണിക്സ് പ്രൊഫസറായിട്ട്. അപ്പോൾ അവിടുത്തെ സെറ്റപ്പൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഏകദേശം അത്രയും തന്നെ അല്ലെങ്കിൽ തന്നെ ആ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെയാണ്. എല്ലാ അറേഞ്ച്മെന്റ്സും വളരെ 100% പെർഫെക്റ്റ് ആയി ചെയ്യുക എന്നുള്ള അച്ഛൻ്റെ ഒരു രീതിയായിട്ടാണ് തോന്നുന്നത്. മണി മേക്കിംഗ് ആയിരുന്നില്ല ഒരു ഉദ്ദേശം. എല്ലാ സ്ഥാപനങ്ങളും ഒരു മണി മേക്കിംഗ് രീതിയിലാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഉള്ള ഒരു കാഴ്ചപ്പാട് അച്ഛൻ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ഇതിൻ്റെ തുടക്കം തന്നെ സാധുക്കൾക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. അപ്പോൾ അത് തുടർച്ചയായിട്ട് നമ്മളുടെ ഈ ഭാഗത്തും സമുദായത്തിലും വളരെയധികം സാധുക്കൾ, പ്രത്യേകിച്ച് അവർക്ക് ഈ ഇതുപോലെ IT ട്രെയിനിങ്ങിന് വേറെ ഒരു സാധ്യതയില്ലാത്ത സമയത്താണത്. അത് ഗവൺമെൻറ് IT ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആയിരക്കണക്കിന് അപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മളുടെ ആളുകൾക്ക് വളരെ മാർക്ക് കുറവായതുകൊണ്ട് വളരെ കിട്ടാൻ അങ്ങോട്ട് അങ്ങോട്ട് സാധ്യമല്ല. അങ്ങനത്തെ സമയത്താണ് അതേസമയത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നന്നായിട്ട് കോച്ചിങ് ചെയ്തിട്ട് അവരെ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം അച്ഛൻ്റെ പിള്ളേർ ജോലിയെടുക്കുകയാണ്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർ ഒരുപിടിയുണ്ട്. എറണാകുളത്തെ ഇലക്ട്രോണിക്സ് കടകൾ നടത്തുന്ന നല്ലൊരു ശതമാനം ഇവിടുത്തെ കുട്ടികളാണ്. അവരുടെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ അച്ഛന് നല്ല അഭിമാനം. അതാണ് എൻ്റെ ഒരു അഭിമാനവും ഒരു സംതൃപ്തി. അതാണ് ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ 34 വർഷത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള എനിക്ക് സംതൃപ്തി അതാണ്. വളരെയധികം പേര്, ആയിരക്കണക്കിന് പേര് നമ്മളുടെ ഇവിടെ ഈ സ്ഥാപനത്തിൽ പഠിച്ച് ഉന്നതമായിട്ടുള്ള നിലയിൽ നല്ല ഉദ്യോഗങ്ങൾ കിട്ടി സ്വന്തമായിട്ട് നടത്തി നല്ല നിലയിൽ പോകുന്നു എന്നുള്ളത് ആ ശിഷ്യ സമ്പത്ത് ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു. ഞാൻ എറണാകുളത്ത് പല കടകളിൽ നടത്തുന്നവരോട് ചോദിച്ചു, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അച്ഛന് വേണ്ടിയിട്ട് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, അത് മുഴുവൻ ഞങ്ങൾ ചെയ്തോളാന്നാണ് എൻ്റെ പറഞ്ഞത്. അവർക്ക് പണം അതിനകത്ത് അവർക്ക് തടസ്സമല്ല. അച്ഛന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അത്രയും ഒരു മൂടാണ് അവരുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും നല്ല സ്നേഹത്തോട് പ്രവർത്തനത്തിൽ വരുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ പിന്നീട് അവർ പുറത്തു പോകുമ്പോൾ നല്ലൊരു രീതിയിലാണ് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ കാര്യശേഷിയും കൂടിയാണ് പുറത്തു പോകുന്നത് എല്ലാവരും തന്നെ. ഹോസ്റ്റലിലാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിലും പിള്ളേരോട് യാതൊരു കടുത്ത ആക്ഷനും എടുക്കാറില്ല. അല്ല, കടുത്ത ആക്ഷൻ എന്ന് പറഞ്ഞാൽ 1-2 കാര്യങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യങ്ങൾ പക്ഷേ അധികവും ഞാൻ വിചാരിക്കുന്ന അവരുടെ പ്രായത്തിൽ എല്ലാം ശരിയാകും. പിന്നീട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയാണ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കട്ടൗട്ട് ചെയ്ത ഒരു പയ്യൻ തന്നെ വേറൊരു സ്ഥലത്ത് ബാംഗ്ലൂർ ഒരു ട്രെയിനിങ് നടത്തി. ഞാൻ ഒരിക്കലും അവിടെ ചെന്നപ്പോൾ എന്നെ കാറുമായിട്ട് സ്വീകരിക്കാൻ വന്നു. അപ്പോൾ അതുപോലത്തെ ഒരു പരിവർത്തനം അവരുണ്ടായിട്ടുണ്ട്. പിന്നീട് മറ്റുള്ള എല്ലാവരും തന്നെ പലരും ആവറേജ് എല്ലാം തന്നെ നമ്മൾ വേണ്ട പോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്വീകരിച്ച് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നത് എൻ്റെ പരിചയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിരൂപതയിൽപ്പെട്ട ഓച്ചന്തുരുത്ത് എന്ന സ്ഥലത്തു നിന്നാണ് അച്ഛൻ വരാപ്പുഴ രൂപതയിൽ അച്ഛനായിട്ട് വന്നതും പ്രവർത്തനം ആരംഭിച്ചത്. അച്ഛൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് അച്ഛനുള്ള മെമ്മറീസ് എന്തൊക്കെയാണ്? അവിടെ സെൻറ്റ് ആൽബസാണ് ഞാൻ പഠിച്ചതേ. ആദ്യം പഠിച്ചത് നമ്മളുടെ അവിടെ തന്നെ ഒരു
സാന്റക്രൂസ് സ്കൂളിൽ അത് കഴിഞ്ഞിട്ട് സെൻറ്റ് ആൽബർട്ട്സിൽ ഹൈസ്കൂളും പഠിച്ച് പിന്നെ BSc പഠിച്ചു മാത്തമാറ്റിക്സ്. അതിനുശേഷമാണ് തിരുച്ചിറപ്പള്ളി പഠനം 58 അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് അച്ഛനായതിനു ശേഷം ഊർമ വിടവേൽ 2 വർഷം അവിടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് സെയിൻറ്റ് ഫിലോമിനാസ് ഹൈസ്കൂളിൽ മാത്തമാറ്റിക്സ് പ്രൊഫസറായിട്ട്, അതേ തുടർന്ന് അതിനിടെ ഇടയ്ക്ക് തന്നെ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ പോയി BEd പാസ്സായി. അത് കഴിഞ്ഞ് അന്ന് 62 എന്നിട്ട് ഞാൻ കാനഡയിലേക്ക് പോയി. 62 കാനഡയിലേക്ക് പോയി. അവിടെ 8 വർഷം അവിടെയാണ്. അട്ടിപ്പേറ്റി പിതാവായത്. അട്ടിപ്പേറ്റി പിതാവാണ് എന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് കാനഡയിൽ അയച്ചത്. അവിടെ 5 വർഷം എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കണമെന്ന് കാലഘട്ടത്തിൽ അട്ടിപ്പേറ്റി പിതാവിന് നമ്മളോട് പറയാനുള്ള പ്രചോദനം എന്താണ്? കാരണം അന്നത്തെ കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗിനോട് കൂടുതൽ ഇല്ലാത്തൊരു കാലഘട്ടം. അതായത് അട്ടിപ്പേറ്റിക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അനുസരിച്ചാണ് എന്നെ അങ്ങോട്ട് അയച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തോ വ്യത്യാസങ്ങളൊക്കെ വന്നപ്പോൾ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്താൻ പറ്റിയില്ല. അങ്ങനെയാണ് പിന്നെ ഞാനവിടെ 5 വർഷം എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം 2 വർഷം അവിടുത്തെ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പഠിപ്പിച്ചു. അവിടെ ഗവൺമെൻറ് പോളിടെക്നിക് അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് അട്ടിപ്പേറ്റി മരിച്ചത്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ കെട്ടിടത്തിൻ്റെ സൗകര്യം ഉണ്ടായില്ല. കെട്ടിട സൗകര്യം എല്ലാം ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെ സ്റ്റാഫ്, ഇലക്ട്രോണിക്സ് പഠിപ്പിക്കാനുള്ള സ്റ്റാഫ് അടുത്തങ്ങ് കിട്ടാൻ സാധ്യതയില്ല. കാരണം അന്ന് ഇലക്ട്രോണിക്സ് അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതിനുള്ള ഇൻസ്ട്രക്ടേഷൻ കിട്ടാൻ പ്രയാസം. അങ്ങനെ വന്നപ്പോൾ അവരുടെ മദർ ജനറലിനെ സമീപിച്ച് മദർ ജനറൽ അന്ന് 5 പേരെ ട്രെയിനിങ്ങിന് ഇവിടെ തന്നെ പഠിച്ച് അത് കഴിഞ്ഞിട്ട് അവരെ ബോംബെയിൽ CTI ട്രെയിനിങ് വിട്ട് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാഫ് ട്രെയിനിങ് കൂടി ഞാൻ നടത്താൻ വേണ്ടി വന്നു. അപ്പോൾ ആ കാലത്ത് ഒരു 9 സിസ്റ്റേഴ്സ്, നമ്മളെ CTC സിസ്റ്റേഴ്സ് ഇവിടെ പഠിപ്പിച്ച് പിന്നെ സ്റ്റാഫിൽ ഓഫീസ് സ്റ്റാഫുമായിട്ടും ഒരാളുണ്ടായിരുന്നു. ബിൽഡിംഗ്, മെഷീനറി, ലാബ് സൗകര്യങ്ങൾ, അതിനകത്ത് ഫർണിച്ചർ സൗകര്യങ്ങൾ എന്നിവ നമുക്ക് നാട്ടിൽ തന്നെ ഉണ്ടാക്കാമായിരുന്നു. എന്നാൽ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ സ്റ്റാഫിൻ്റെ അഭാവം വളരെ രൂക്ഷമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അച്ഛൻ പ്രത്യേക ട്രെയിനിങ് സ്റ്റാഫിനെ തന്നെ ആദ്യം ട്രെയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ടി വന്നു. അതിനുശേഷമാണ് സ്ഥാപനം. അതെ അത് നല്ലൊരു അന്നത്തെ കാലഘട്ടങ്ങളിൽ, കാരണം അന്നത്തെ കാലഘട്ടങ്ങളിൽ സിസ്റ്റേഴ്സ് ആരും ഈ മേഖലകളിൽ ആരും ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ ഒരു വീക്ഷണം വിജയിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. വളരെയധികം വിജയിച്ചു. അവരുടെ കോച്ചിങ് കൊണ്ട് ഇപ്പോൾ കുറച്ച് ലോ സ്റ്റാൻഡേർഡിൽ വരുന്ന കുട്ടികളാണെങ്കിൽ തന്നെയും അവരുടെ നിരന്തരമായിട്ടുള്ള കോച്ചിങ് കൊണ്ട് വളരെയധികം ഉയർന്ന എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് അതുമുതൽ എല്ലാവരും അത്ര വലിയ രീതിയിലുള്ള പ്രചാരണവും സമരമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിലുള്ള റെപ്രസെൻറ്റേറ്റീവ്, ഓരോ ക്ലാസ്സിൽ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, അവർ തന്നെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. ആ രീതിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അത് PTA അതിനുവേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ടായി. എന്ത് പ്രശ്നം ഉണ്ടായാലും അതുപോലെ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ എപ്പോഴും തന്നെ PTA വിളിക്കുന്നു. PTAയുടെ സഹകരണത്തോടുകൂടി വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പേരന്റ് ടീച്ചർ അസോസിയേഷൻ്റെ സഹായവും സഹകരണവും അച്ഛനെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത്രയധികം സഹകരണം പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് അച്ഛനെ ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് അച്ഛന് പറയാൻ പറ്റും? പേരൻസിൻ്റെ ഭാഗത്ത് സഹകരണം കിട്ടാനുള്ള അല്ല, അവർ ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. അഡ്മിഷൻ കിട്ടിയതിന് ശേഷം അവർ സ്ഥാപനത്തോട് വളരെ കൂറുള്ളവരായിരുന്നു. കാരണം പ്രയാസപ്പെടാൻ അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. ചിലർക്കെല്ലാം മാർക്ക് കുറവാണെങ്കിൽ തന്നെ ഞങ്ങൾ അഡ്മിഷൻ കൊടുത്തു, സാധുക്കളാണ് നിലയിൽ അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ 1-2 വ്യക്തികൾ, മിസ്റ്റർ വി വർക്കി പോലത്തെ വ്യക്തികളുണ്ടല്ല, വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ PTA രംഗത്ത്. ആ PTAയുടെ വഴിയായിട്ടാണ് പിന്നെ ഒരു ലിറ്റിൽ ഫോർ സ്കോളർഷിപ്പോടുകൂടി ഒരു സ്ഥാപിക്കുകയുണ്ടായി.
അതിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. പാവപ്പെട്ട സ്റ്റുഡൻസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ ആഭിമുഖ്യത്തിൽ പേരന്റ് ടീച്ചേഴ്സിന്റെ സഹകരണത്തോടു കൂടിയാണ് ലിറ്റിൽ ഫോർ സ്കോളർഷിപ്പ് ആവിഷ്കരിച്ചത്. അതിൽ ലക്ഷ്യം കൈവരിക്കാൻ അച്ഛനെ പെട്ടെന്ന് സഹായിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അത് കുറേയധികം കുട്ടികൾക്ക് വളരെയധികം ഗുണം ചെയ്തുവെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെക്കുറിച്ച് അച്ഛൻ്റെ പൊതുവെയുള്ള അച്ഛൻ്റെ ആഭിമുഖ്യത്തിൽ പേരന്റ് ടീച്ചേഴ്സിന്റെ സഹകരണത്തോടു കൂടിയാണ് ലിറ്റിൽ ഫോർ സ്കോളർഷിപ്പ് ആവിഷ്കരിച്ചത്. അതിൽ ലക്ഷ്യം കൈവരിക്കാൻ അച്ഛനെ പെട്ടെന്ന് സഹായിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അത് കുറേയധികം കുട്ടികൾക്ക് വളരെയധികം ഗുണം ചെയ്തു. ഇവിടെ വരുന്ന കുട്ടികൾ എന്തെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടി അഡ്മിഷൻ ഫീസെല്ലാം തന്നു കഴിയുമ്പോൾ പിന്നെ റെഗുലർ ഫീസ് തരാനായിട്ട് വളരെ പ്രയാസമുള്ള പെട്ടുന്നവർ വളരെയധികം പേരുണ്ട്, സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ ഉള്ളവർ. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി വേണം എന്ന് ഞാൻ എപ്പോഴും എൻ്റെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് PTAയുടെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്, അതുകൂടാതെ RH സർട്ടിഫിക്കറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ എൻ്റെ പ്രൊഫസറായിരുന്ന കാനഡ പ്രൊഫസറായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എൻഡോമെൻ്റ് ഉണ്ട്, റയൻ ഫാമിലി സ്കോളർഷിപ്പ്, പിന്നെ മോൺസിഞ്ഞൂർ ചട്ടിയാമൂർ സ്കോളർ, ഇങ്ങനെ പല മിസ്സസ് മസ്ക്രീന സ്കോളർഷിപ്പ്, ഇങ്ങനെ പല സ്കോളർഷിപ്പുകളും ഞങ്ങൾ കണ്ടുപിടിച്ച്. എന്തിനാണെന്ന് വെച്ചാൽ ഈ സാധുക്കളായ കുട്ടികൾക്ക് ഫീസില്ലാതെ ഇവിടെ കാര്യം നടക്കുകയുമില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ സഹായമൊന്നും ഇല്ലല്ലോ. അപ്പോൾ 5-6 സ്കോളർഷിപ്പുകൾ ഇപ്പോൾ നിലവിലുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ യാതൊരുവിധ സഹായം ഇല്ലാതിരുന്നിട്ടും നമ്മുടെ അതിരൂപതയുടെ ബിഷപ്പിൻ്റെ മാത്രം പ്രത്യേക അനുഗ്രഹ ആശംസകളോടുകൂടി ഇത്രയും വളരെ ഭംഗിയായിട്ട് ഇതുപോലെ വളരെയധികം സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജിയിൽ ഈ കേരളത്തിൽ തന്നെ 1ാം നമ്പറായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം വളർത്തിയെടുത്ത് അതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപജീവനമാർഗവും തൊഴിലും സ്വയം തൊഴിലും കണ്ടെത്തുന്നതിന് സഹായിച്ച അച്ഛന് ഏറ്റവും സംതൃപ്തി നൽകുന്ന കഴിഞ്ഞ 34 വർഷത്തെ സംഭവം എന്തെങ്കിലും അച്ഛന് പറയാം? 34 വർഷമായിട്ട് അച്ഛനോട് പ്രിൻസിപ്പാളാണ്. അച്ഛന് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും കുട്ടികൾക്ക് ജോലി ലഭിച്ചു. അവരൊക്കെ സ്വയമായിട്ട് തൊഴിൽ കണ്ടെത്തി. അതായത് വിദേശത്ത് ഉണ്ടായിരുന്ന ലേറ്റസ്റ്റ് ടെക്നോളജി 1971 കാലഘട്ടത്തിൽ അച്ഛൻ കേരളത്തിൽ കൊച്ചിയിൽ ആവിഷ്കരിച്ചു. അന്ന് ഇന്ത്യയിൽ പോലും ഇത്രയും ലേറ്റസ്റ്റ് ടെക്നോളജി വന്നിട്ടില്ല. 71 കളർ TV എന്താണെന്നോ, ക്യാമറ എന്താണെന്നോ, വീഡിയോ ക്യാമറ എന്താണെന്നോ, മിക്സിംഗ് യൂണിറ്റ് എന്താണെന്നോ ഇവിടെയുള്ള ആളുകൾ കണ്ടിട്ട് പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV തന്നെ ഇല്ല, സംപ്രേഷണമില്ല. ആ കാലഘട്ടങ്ങളിൽ ഈ കളർ TVയും മിക്സിംഗ് യൂണിറ്റും വീഡിയോ ക്യാമറയും VCRും ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനായി അച്ഛൻ നൽകി എന്ന് പറയുമ്പോൾ അച്ഛൻ അതിനകത്ത് വളരെയധികം സന്തോഷമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് കുട്ടികൾ അച്ഛനെ ഇപ്പോഴും കൂടുതലായിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്, കൂടുതലായിട്ട് അച്ഛനോട് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാ ലേറ്റസ്റ്റ് ടെക്നോളജി അച്ഛൻ അട്ടിപ്പേറ്റി പിതാവിന് തോന്നിയ അതേ മാനസികാവസ്ഥ തന്നെ അച്ഛൻ കുട്ടികളോട് ആവിഷ്കരിച്ച് അതിൽ അച്ഛനും സന്തോഷമുണ്ട്, കുട്ടികൾക്ക് 1000 കുട്ടികളുണ്ട്, 10,000-കണക്കിന് കുട്ടികൾക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിൽ എനിക്കുള്ള ചാരിതാർത്ഥ്യം അതാണ്, സംതൃപ്തിയും അതാണ്. അതായത് ഇവിടെ വരുന്ന കുട്ടികളുടെ നല്ല രീതിയിൽ, നല്ല ഹൈ സ്റ്റാൻഡേർഡിൽ, മികവുറ്റ സ്റ്റാൻഡേർഡിൽ എല്ലാം പഠിപ്പിച്ച് വിട്ട് അതിൻ്റെ ഫലമായിട്ട് അവർ ഉന്നത എല്ലാ രംഗങ്ങളിലും അവർ നന്നായിട്ട് പ്രവർത്തിച്ച് ഇവിടുത്തെ ഈ കഴിഞ്ഞിട്ട് പുറത്തുപോയുണ്ടല്ലോ അവർ തന്നെയായിരുന്നു പിന്നെ ഈ സ്ഥാപനത്തെ പറ്റിയുള്ള ഒരു സാക്ഷി, ഒരു തെളിവതായിരുന്നു. പലരും അവരുടെ പ്രവർത്തനം കണ്ടിട്ട് പിന്നീട് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ പറയും ലിറ്റിൽ ഫോറിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് വേറെ നോക്കേണ്ടതെടുത്തു. നല്ല ഒരു ധാരണയാണ് ഈ കെൽട്രോണിലും പല സ്ഥലത്ത് OEN ഉണ്ടല്ലോ, OENലെല്ലാം തന്നെയും അവരതാണ് വെച്ചിരുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നല്ല നിലവാരത്തിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അതോടൊപ്പം തന്നെ ആ സ്കിൽസ്, ടെക്നിക്കൽ സ്കിൽസ് മികച്ച രീതിയിൽ കൊടുക്കണം എന്നുള്ളതാണ്. അത് സ്പെഷ്യലായിട്ടുള്ള കോച്ചിങ്ങും വഴിയായിട്ടെല്ലാം തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. അത് ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് ഈ സിസ്റ്റേഴ്സിൻ്റെ സഹകരണത്തോടാണ് കൂടുതലായിട്ട് അന്നത്തെ സ്റ്റാഫും വളരെയധികം സഹായിച്ചു. എന്നിട്ട് നല്ല കൂടുതലായിട്ട് ഈ സിസ്റ്റേഴ്സ് കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സിൻ്റെ പരിശീലന രീതി വഴിയായിട്ട്, കാരണം അവർ കുട്ടികളോട് വളരെയധികം സഹതാപവും വളരെ സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അതുപോലെ അങ്ങനെ വളരെയധികം നന്നായിട്ട് പ്രവർത്തിച്ച ഫലമായിട്ടാണ് ഇന്ന് ആയിരക്കണക്കിന് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികൾ വളരെ നല്ല നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ആത്മസംതൃപ്തിയും സമാധാനമാണ് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പിരിയുന്ന അവസരത്തിൽ എനിക്കുള്ളത്. ഇതാണ് ഇവിടെ നിന്ന് തൽക്കാലം
തിരിയുന്നുണ്ടെങ്കിലും അച്ഛൻ്റെ ഗൈഡൻസ് ഈ സ്ഥാപനത്തിന് ഉപദേശങ്ങളും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും അധികം കുട്ടികൾ തീർച്ചയായിട്ടും ഞാൻ എന്നാൽ കൈകൊള്ളുപോലെ ഇനിയും എന്തും സഹായം ചെയ്യാൻ തന്നെയാണ്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കെൽട്രോൺ, ONGC, ISRO, HAL തുടങ്ങിയ കൊച്ചിൻ റിഫൈനറി, HMT, FACT തുടങ്ങിയ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രമുഖമായ വ്യവസായ സ്ഥാപനങ്ങളിൽ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രതിനിധികൾ ഒരുപിടിയുണ്ട്. ഇവർക്കെല്ലാം അവിടെ ജോലി കിട്ടുന്നതിനുണ്ടായ സാഹചര്യം, ഇവിടുത്തെ മികവുറ്റ ട്രെയിനിങ്, ബഹുമാനപ്പെട്ട പോളച്ചൻ്റെ കീഴിൽ കിട്ടിയ മികവുറ്റ ട്രെയിനിങ് ഏത് ഇൻ്റർവ്യൂ ബോർഡിലും കുട്ടികൾക്ക് അനായാസം കയറിപ്പറ്റുന്നതിനും ജോലി ലഭിക്കുന്നതിനും സഹായിച്ചു. അത് തുടർന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി 1971 ഇവിടെ ആവിഷ്കരിച്ചതുപോലെ തുടർന്നും ലേറ്റസ്റ്റ് ടെക്നോളജികൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് സംവിധാനം ബഹുമാനപ്പെട്ട അതിരൂപതാധ്യക്ഷൻ്റെ കീഴിൽ, ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കീഴിൽ ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കുട്ടികളെ നിയന്ത്രിക്കുകയും ഈ സ്ഥാപനത്തിനെ മുന്നോട്ട് ഉള്ള പ്രയാണം ത്വരിതപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കഴിഞ്ഞ 34 വർഷമായി 1971 മുതൽ നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കും വളരെയധികം അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ലോകമുള്ള കാലത്തോളം സ്മരിക്കപ്പെടും, അത് തുടർന്നുകൊണ്ട് പോകപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ ആ സേവനങ്ങൾ ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികളിലൂടെ എല്ലാ മേഖലകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തുടർന്നും ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ ശുഭപ്രതീക്ഷ. അദ്ദേഹത്തിന് ദൈവം ആയിരം ആയുസ്സും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്.